ശ്രീ എ സജീവൻ, ഇവിടെ ലാൽകുമാർ സൂചിപ്പിച്ചു, രാഷ്ട്രീയമായി കോൺഗ്രസ് എത്ര കണ്ട് നിഷ്ക്രിയമാണ്. ഇവിടെ പ്രതിരോധിക്കാൻ, ഇത്തരം സംഘപരിവാറിൻ്റെ നുഴഞ്ഞുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ദേശീയ തലത്തിലും കേരളത്തിലും മറ്റൊരു റോളാണ് എടുക്കുന്നത്. നമുക്കറിയാം, ഗോൾവർക്കറിൻ്റെ മുമ്പിൽ പോയി തിരികത്തിച്ച് നിൽക്കുന്ന ഫോട്ടോ അഭിമാന പുരസ്കാരം പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവുള്ള നാടാണ് കേരളം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഒരു മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ശ്രീ എസ് സജീവൻ എന്നതുകൊണ്ട് കൂടിയാണ്. മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നോക്കൂ, 64,000-ത്തിലധികം വരുന്ന കുടുംബത്തെ അതിദാരിദ്ര്യ രേഖയിൽ കണ്ടെത്തുകയും അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ ക്രോഡീകരിച്ച് നടത്തുകയും ചെയ്തു. ഒരു വലിയ എഫർട്ട്, വർഷങ്ങൾ നീണ്ടത്. അതിൻ്റെ പ്രഖ്യാപനത്തെപ്പോലും ദുഷ്ടലാക്കോടുകൂടി സമീപിച്ച മാധ്യമങ്ങൾ ഈ സംഘപരിവാർവൽക്കരണം കാണുന്നില്ല, ഈ ഗണഗീതം പാടൽ കാണുന്നില്ല, ഇവിടെ ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ഘട്ടങ്ങളും കാണുന്നില്ല. കുറ്റകരമായ, വിധ്വംസകമായ ചിന്തകൾ മാധ്യമപ്രവർത്തന മേഖലയിൽ. ശ്രീ എസ് സജീവൻ, വിമർശിക്കപ്പെടേണ്ടേ? താങ്കൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങളും തീർച്ചയായിട്ടും പ്രസക്തമായിട്ടുള്ളതാണ്. അതിന് മറുപടിയും ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം കോൺഗ്രസ്സുകാരുടേത്. കോൺഗ്രസ് പാർട്ടി അത് സ്വാതന്ത്ര്യ ലബ്ധിയുടെ കാലത്തും അതിന് മുമ്പ് പോലും നല്ലൊരു ശതമാനം കോൺഗ്രസ് നേതാക്കന്മാരും ഹിന്ദുത്വ അജണ്ടയുള്ള ആളുകളായിരുന്നു. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവരിപ്പോഴും തുടർന്ന് വരുന്നത് ആ ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. ഇപ്പൊ ബാബരി മസ്ജിദിന് കല്ല് വെക്കുന്ന സമയത്ത് അതിന് പിന്നെ കല്ല് കൊടുക്കാനോടെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നല്ലോ. പ്രിയങ്ക ഗാന്ധി പോലും അതിന്റെ അവകാശവാദം തങ്ങളിലേക്ക് എത്താനും കല്ല് സമർപ്പിക്കാൻ പറ്റാത്തതിൽ ദുഃഖിച്ച് ട്വീറ്റ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ എക്സിൽ രേഖപ്പെടുത്തിയ ആളാണ്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത എന്ന് പറയുന്നത്, അവിടെ അയോധ്യയിൽ തന്നെ പള്ളി പണിയാനായിട്ട് കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്തുള്ള സ്ഥലത്ത് അവിടെ പള്ളി പണിയാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിൽ പോലും പ്രതിഷേധിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ, അവർ മൂന്നുപേരാണല്ലോ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്, ഇവർക്കാർക്കും ഇത് പറ്റിയിട്ടില്ല. കാരണം നേരത്തെ അവിടെ ലാൽകുമാർ പറഞ്ഞ പോലെ അവിടെ പള്ളി ഉണ്ടായിരുന്ന പള്ളി, എത്രയോ കാലമായിട്ട് മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ അവർ പ്രാർത്ഥന നടത്തിയിരുന്ന പള്ളി, ആ പള്ളി പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം പൊളിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ കാലത്ത്, അവിടെ ബിംബം വെക്കുന്നത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന കാലത്ത്, ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് നടന്നിട്ട് അവസാനം അവിടെ പള്ളി ക്ഷേത്രം നിർമ്മിക്കുന്ന കോടതിയുടെ ഉത്തരവിനെ കുറിച്ച് നമുക്കറിയാം. ഒരു വലിയ തമാശയാണത്. അത് അതിന് ക്ഷേത്രം നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതിലുള്ള വെമ്പലായിരുന്നു പല ആളുകൾക്കും. അത് കഴിഞ്ഞിട്ട് ന്യായമായിട്ടും കോടതി നിർദ്ദേശപ്രകാരം വേറെ സ്ഥലത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിന് സ്ഥലം നിർദ്ദേശിച്ചവർക്ക് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. പക്ഷെ അവിടെ പോലും നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കുകയാണ്. അവിടെയുള്ള മുനിസിപ്പാലിറ്റി പറയുന്നത് അവിടെ നിർമ്മിക്കാൻ അനുവദിക്കില്ല. അവിടെയുള്ള RSSകാരും BJPക്കാരും പറയുന്നത് അവിടെ പണി നിർമ്മിക്കാൻ അനുവദിക്കില്ല. ഒരു വാക്ക് പോലും ഞാൻ എല്ലാ ദിവസവും ഇതിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണമുണ്ടോ എന്ന് നോക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസം പോലും അങ്ങനെ കാണാൻ പറ്റിയില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗം എന്ന് പറയുന്ന അവർക്കും ഈ പറയുന്ന രൂപത്തിൽ ഹിന്ദുത്വ സമീപനം തന്നെയാണ്, പ്രത്യേകിച്ച് മൃദു ഹിന്ദുത്വ സമീപനമാണ്. നെഹ്റുവിനെ മാത്രം നമുക്ക് അതിനെ മാറ്റി നിർത്തിയാൽ മതി. നെഹ്റുവിനെയും ഗാന്ധിയെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള പല നേതാക്കന്മാരും ഇതേ രീതിയിൽ അനുവർത്തിച്ച ആളുകളെ, പ്രത്യേകിച്ച് ഈ നെഹ്റു കുടുംബത്തിന്, ഇന്ദിരാഗാന്ധി മുതലുള്ള ആളുകളുടെ നയം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് വേറെ രീതിയിൽ കാര്യം നമ്മൾ കേരളത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല. അതിനപ്പുറത്ത് രണ്ടാമത്തെ കാര്യം പറയേണ്ട മാധ്യമങ്ങളുടെ കാര്യം. മാധ്യമങ്ങൾ, എനിക്ക് ഏറ്റവും തമാശ തോന്നിയത്, കഴിഞ്ഞ ദിവസം ഒരു ഗെറ്റ് ടുഗദറിനിടയിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇതേപോലെ താങ്കൾ പറഞ്ഞ പോലെ അതിപ്പോ സർവീസിലില്ല, പക്ഷെ ഇപ്പൊ കൊടുത്ത അതിദാരിദ്ര്യത്തെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് മുഖ്യമന്ത്രിയൊക്കെ വളരെ മോശമായി പറഞ്ഞു. ഇപ്പൊ എന്റെ വളരെ അടുത്തൊരാള് ഒരു കൗൺസിലറാണ്. അപ്പൊ അവര് കൃത്യമായിട്ട് പറയും, ഇന്ന രീതിയിൽ ഞങ്ങൾ നടപ്പാക്കി. അവരുടെ വാർഡിലുള്ള ആളുകളുടെ പേര് പറഞ്ഞ് അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്ത സംരക്ഷണത്തിന് ഓരോന്നും അക്കമിട്ടുകൊണ്ട് 4 ദിവസം മുമ്പേ ഇത് അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇദ്ദേഹം അപ്പോഴും സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ അതിനൊപ്പം ഉണ്ടായിരുന്ന ഗെറ്റ് ടുഗദറിന്റെ ബാക്കിയുള്ള ആൾക്ക് മനസ്സിലായത്.